കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പിടയുകയാണ്. നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ അനീതിയും അധാർമികതയും അധോലോക ഭീകരതയും ഒരു നീരാളിപ്പോൾ വരിഞ്ഞു കൊടുക്കുന്നു. അതിന് ഏറ്റവും അധികം ഇരകളാകുന്നതും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഏറ്റവും ക്രിയാത്മകമായും പ്രയോജനപ്രദമായും പ്രവർത്തിക്കുവാൻ കഴിവുള്ള യുവജനങ്ങൾ. സ്കൂൾ കുട്ടികൾ മുതൽ ഇതിന്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ദുരുപയോഗം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു വിപത്താണ്. ഒരു തലമുറയെ മുഴുവൻ കാർന്നു തിന്നുന്ന ഈ മഹാവിപത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ദൂരീകരിക്കും. അണുകുടുംബത്തിലെ കുട്ടികൾ, മാതാപിതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മ മൂലം തകരുന്ന കുടുംബത്തിലെ കുട്ടികൾ ഒറ്റപ്പെടുത്തലിന്റെയും സ്നേഹശൂന്യതയുടെയും മത്തിലെത്തുമ്പോഴാണ് ഈ മഹാവിപത്തിന്റെ കുഴിയിൽ നിന്ന് ചാടുന്നത്. ഒരിക്കൽ വിട്ടുപോയാൽ ഒരിക്കലും കരകയറാനാകാത്ത ചതുപ്പിലാണ് തങ്ങൾ എത്തിപ്പെടുന്ന സത്യം ഒരുപക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുസ്വാധീനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ആദ്യമായി വേണ്ടത് എല്ലാ തലങ്ങളിലുമുള്ള ബോധവൽക്കരണമാണ്. ഞങ്ങൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാന്യ സഹൃദയരെ, യുവാക്കളെ, ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഇങ്ങനെ മനുഷ്യ വ്യക്തിയെ വിലയിരുത്തുന്നു: ഒരാൾ തന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂവെങ്കിൽ അയാൾ വളരെ വളരെ നിസ്സാരനാണ്. മറിച്ച് തന്റെ കുടുംബത്തെക്കുറിച്ച് കൂടി അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ അല്പം കൂടി വലുതാകും. അതേസമയം ഒരു വ്യക്തിക്ക് തന്റെ സമൂഹത്തെക്കുറിച്ച് കൂടി ചിന്തയുണ്ടെങ്കിൽ അയാൾ വളരെ വളരെ വലുതാകും. നിങ്ങളും ഇതിൽ പങ്കുകാരാവുക. മദ്യത്തിനെയും മയക്കുമരുന്നിനെയും അതിനെ കച്ചവടമാക്കുന്ന ഭീകരരെയും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും പേരോടുകൂടി വീഴ്തെറിയാം. ഇതാ ഞങ്ങൾ നിങ്ങളെ ഒരു കോളേജ് ക്യാമ്പസിന്റെ പിന്നാമ്പുറത്തേക്ക് ക്ഷണിക്കുന്നു. ഇയാളെ സൂക്ഷിക്കുക. തോളിൽ ഒരു സഞ്ചിയുമായി പല തെരുവുകളിലും കോളേജുകളിലും സ്കൂളുകളിലും ഇയാൾ കയറിയിറങ്ങി നടക്കും. നാടിന്റെ ശാപമാണ് ഇയാൾ. അനേകം കുടുംബങ്ങളെ കണ്ണീരാഴ്ചകൊണ്ട് ഇയാൾ കടന്നുപോകും. അയാളുടെ ആ സംഖ്യയിൽ ചരസ്, ഹാഷിഷ്, മരിച്ചുവാന എന്തിനു പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമായ ബ്രൗൺ ഷുഗർ വരെയുണ്ട്. കണ്ടില്ലേ കഴുകനെ പോലെയുള്ള അയാളുടെ ആ നോട്ടം? അയാൾ എന്തോ തിരയുകയാണ്. എവിടെയായിരുന്നു സ്വാമി? ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇന്ന് പതിവായിട്ട് കേൾക്കാൻ കണ്ടില്ല. എന്തു പറയാനാ സ്വാമി, ഇവിടെ ഒരു സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. സ്ക്വാഡോ? നമുക്കെതിരെ ഇവിടത്തെ കുറച്ച് സ്റ്റുഡൻസാ. ആചാര്യമേത കണ്ടല്ല പിള്ളേരാ. വിചാരം. എന്നാൽ ഓരോന്നിനെയും ഈ സംഘത്തിലേക്ക് അതിനുള്ള സമയം ആഗതമായിട്ടില്ല സ്വാമി. എനിക്കൊരു പുക തരും സ്വാമി. എന്റെ സമരം ആഗതമായി. ദിവ്യപ്രകാശമുണ്ടോ സ്വാമി? നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ രണ്ടുപേർ പുതിയതാ. തുടങ്ങിയിട്ടേയുള്ളൂ. ഇന്ന് തുടങ്ങി. ഇന്നലെ. കൊള്ളാം. കമ്മീഷൻ തരും. എന്തു വേണം? ഒരു പാക്കറ്റ് ബ്രൗൺ ഷുഗർ. അത് കൂടുതലാ. പിന്നെ ഒരു മതി കഞ്ചാവായാലോ? ഓ അത് പോരാ. ഒരാഴ്ചത്തേക്കുള്ള തരാം. ഓ അത് മതി. ഇങ്ങനെയല്ലണം. ഇങ്ങനെ നോക്കി ഇങ്ങനെ സ്വാമി. എന്താണ് ഡ്രഗ് അഡിക്ഷൻ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുക എന്ന് പറഞ്ഞാൽ നിർവചനം പൂർത്തിയാവുകയില്ല. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സാമ്പത്തികമായും ശാരീരികമായും തനിക്ക് ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. കേരളത്തിലെ യുവതലമുറയുടെ ഏറ്റവും വലിയ ശാപമായി തീരുന്നത് കഞ്ചാവ്. ഏതാനും നിമിഷത്തെ ഉന്മേഷം നൽകുമെന്ന കരുതി പല യുവാക്കളും ഈ മോഹവലയത്തിൽപ്പെടുന്നു. ചിലപ്പോൾ
ആദ്യ ഡോസിൽ തന്നെ അവരെ ഇത് അടിമകളാക്കുന്നു. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു. യുവജനങ്ങളെ പഴയ നിയമത്തിലെ നാഥാൻ പ്രവാചകനെ പോലെയും പുതിയ നിയമത്തിലെ സ്നാപക യോഹന്നാനെ പോലെയും ഷേക്സ്പിയറിന്റെ കിങ് ലിയറിനെ കെന്റ് പ്രഭുവിനെ പോലെയും സമൂഹത്തിലെ അനീതിക്കെതിരെയും അധാർമികതയ്ക്കെതിരെയും നിങ്ങളുടെ ശബ്ദമുയർത്തും. സ്വാമി, വരുന്നു സന്മാർഗവാദിയുടെ നേതാവ്, വഴികാട്ടി. അവരാണ് ഇന്ന് നമ്മുടെ എതിരാളി. സ്വാമിയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും കണ്ടില്ലേ? വെളിച്ചപ്പാടിനെ പോലെയുള്ള അവന്റെ വരവ് നമ്മുടെ കയ്യിലൊന്നു. അവരെ മാത്രം രക്ഷയില്ല സ്വാമി. അന്വേഷിച്ച് അവരെ കണ്ടെത്തി. കണ്ടല്ലോ, ഇനി എന്തൊരു ധിക്കാരം നാളത്തെ തലമുറയിലേക്ക് കിടക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊതുങ്ങിയ കുറെ കളിപ്പാടങ്ങൾ. ഇതെന്റെ തൊഴിലാണ്. ഈ അസന്മാർഗീയ പ്രവൃത്തിയാണോ നിങ്ങളുടെ തൊഴിൽ? നിങ്ങളൊരു അസന്മാർഗിയാണ്. യുവാക്കളെ വഴിതെറ്റിക്കുന്ന സാമൂഹ്യ തൊഴിൽ. നീയെ സന്മാർഗപാതയുടെ കൊടുമുടിയിൽ കയറിയിരിക്കുന്ന കാവൽമാലാക്ക. കാവൽമാലാക്കല്ലെങ്കിലും നിന്നെ പോലെ പിശാചല്ല. നീ പിശാചാണ്. നാശത്തിന്റെ വിറ്റുണ്ടെങ്കിൽ എനിക്ക് തരൂ, എനിക്ക് തരൂ. ഓരോ പണം തരവില്ല, ഇന്ന് തരൂ. കടവില്ല. ആരെങ്കിലും പണം തുറന്നു തരൂ. ആരെങ്കിലും പണം തുറന്നു തരൂ. ആരെങ്കിലും പണം തുറന്നു തരൂ. ഇതോ പണം ഇല്ല. എന്റെ മുന്നിൽ വെച്ച് ഈ കച്ചവടം നടക്കില്ല. നടക്കും. നടന്നില്ലെങ്കിൽ ഇവൻ അക്രമശക്തനാകും. അവനെല്ലാം തകർക്കും. എനിക്ക് തരാൻ അനുവദിക്കൂ. നിങ്ങളെല്ലാ ജീവിതങ്ങളും തകർക്കുകയാണല്ലോ. ഞങ്ങളെല്ലാ ബന്ധങ്ങളും തകർക്കും. അച്ഛനും മകനും, അമ്മയും മകളും, സഹോദരിയും സഹോദരനും തമ്മിൽ തിരിച്ചറിയാനുള്ള ശക്തി അത് ഞങ്ങളില്ലാതെ ഇല്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു വ്യക്തിയെ അത് പിന്നീട് ഒരിക്കലും നിർത്താനാകാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വെപ്രവാസനാണ് ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്നും തരുന്ന ഇത്തരം അനുഭൂതികൾ വലിയൊരു വിപത്തിന്റെ മുന്നോടിയാണ്. നിർദോഷം എന്ന് തോന്നിക്കുന്ന തുടക്കം, പക്ഷേ അതുകൊണ്ട് ചെന്നെത്തിക്കുന്നതോ ഒരിക്കലും തിരുത്തപ്പെടുവാനാകാത്ത ദുരന്തത്തിലേക്കായിരിക്കും. ഈ മഹാവിപത്തിനെതിരെ നിങ്ങളും ജാഗരൂകരായിരിക്കുക. എല്ലാ പരീക്ഷകളിലും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് നിങ്ങൾ അവനെ ഈ നിലയിലാക്കി ഒരു കുടുംബത്തെ മുഴുവനും കണ്ണീരിലാക്കി. നിനക്ക് സന്മാർഗം ഉപേക്ഷിക്കുമായിരുന്നല്ലോ. താമസിച്ചുപോയി. വെറുതെ എന്തിന് ചേമ്പരയിൽ വെള്ളമൊഴിക്കുന്നു? വെള്ളമൊഴിക്കേണ്ടത് എപ്പോഴാണെന്ന് നിനക്കറിയും, ഞങ്ങൾക്കറിയാം. അവന്റെ കുടുംബത്തെ കുറിച്ച് നിനക്കെന്തറിയാം? ഇന്ന് അവന്റെ മാതാപിതാക്കൾ വിവാഹമോചനത്തിനു വേണ്ടി കോടതി വരാന്തകൾ കയറിയിറങ്ങി നടത്തിയ ഇതുപോലുള്ള കുടുംബതലത്തിൽപ്പെട്ടവർ, സ്നേഹം നിഷേധിക്കപ്പെട്ടവർ, മക്കളെ ശ്രദ്ധിക്കാതെ ധനസമ്പാദനത്തിനു വേണ്ടി പൊരുന്ന കോഴികളായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന മാതാപിതാക്കളാൽ ഒറ്റപ്പെട്ടവർ, ഇവരെല്ലാമാണ് ഞങ്ങളുടെ ഇരകൾ. ക്ഷീരമുള്ളവരെവിടെയും വേണ്ടിയല്ലോ. ചോര തന്നെയാണല്ലോ കൊതുകിന് കൗതുകം. ക്ഷീരമല്ല, ചോര തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആമയെ തുടരണമെങ്കിൽ മലപ്പിച്ചു. നിനക്കറിയാമോ, ഇതിന്റെ ആദ്യ ഡോസ് മദ്യമാണ്. അത് ഭംഗിയായി നിന്റെ സമുദായത്തിന്റെ നൽകുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മദ്യം വിളമ്പാത്ത ഏത് വീടാണുള്ളത്? പിന്നീട് കൂടുതൽ അറിയിക്കാൻ ഇവർ ഞങ്ങളെ തേടി വരും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുന്നതിനായി ക്ലാസ് നടത്തും, ചർച്ച നടത്തും, സെമിനാർ നടത്തും.
ഒരു മനുഷ്യസ്നേഹി. അതെ, ഞാനൊരു മനുഷ്യസ്നേഹിയാണ്. നിങ്ങൾ അന്യരുടെ നൊമ്പരങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, ഇതുപോലുള്ള പുണ്യവാളന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിന് ശമ്പളം കിട്ടും. താൻ പഠിച്ചു പറ്റി പിന്നെ താൻ തന്നെ അനുഭവിച്ചു തീർക്കണം എന്നാണല്ലോ ആധ്യാത്മിക രാമായണം പറയുന്നത്. രാമായണം? എന്ത് രാമായണം? എന്ത് ബൈബിൾ? എന്ത് ഖുർആൻ? എല്ലാ നന്മകളെയും നിങ്ങൾക്ക് പുച്ഛമാണല്ലോ. തിന്മയുടെ തോഴനാണല്ലോ നിങ്ങൾ. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെന്റെ തൊഴിലാണ്. എനിക്ക് ജീവിക്കണം. അന്യരുടെ ജീവിതം നശിപ്പിച്ചിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പട്ടിൽ പൊതിഞ്ഞ പാമ്പാണ്. അതെ, ഞാൻ മൂർഖനാണ്, കരിമൂർഖൻ. ആവശ്യമിറക്കാൻ ഞങ്ങൾക്ക് കഴിയും. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിനും കുഞ്ഞിനു മീതെ പറക്കാനോ? ഇല്ല കുട്ടി, കഴിയില്ല. ഈ അധോലോകം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. ഈ നാടിന്റെ തീരാശാപമായ നിങ്ങളെ, യുവാക്കളെ വഴിതെറ്റിക്കുന്ന നിങ്ങളെ, ഈ തലമുറയെ നശിപ്പിക്കുന്ന നിങ്ങളെ ഞങ്ങളില്ലാതാക്കും. ആരാണ് ഞങ്ങൾ? അനീതിക്കെതിരെ